പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, ഈ കാണുന്ന സമുദ്രങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി. അല്ലാഹു പറഞ്ഞു നിനക്ക് വേണ്ടി സൃഷ്ടിച്ചത് മാത്രമല്ല, തമ്പുരാൻ എത്ര കരുണയുള്ളവനാണ്. നിനക്ക് കാണാൻ വേണ്ടി സൗന്ദര്യത്തോടെ നിനക്ക് കാണാൻ നീ താമസിക്കുന്ന ഭൂമിയായ വീട് ഞാൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അലങ്കരിച്ചതെന്നറിയുമോ? വലഖദ് സയ്യന്ന സമാ ദുനിയാ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശയാതീൻ വഅഅ്തദ്നാ ലഹും അദാബസ്സഈർ. അല്ലാഹു പറയുന്നു, അല്ലാഹു നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യത്തിന്റെ കാഴ്ച കാണണോ? ഹോലാൻഡ് കാണാൻ എന്റെ ചെറുപ്പക്കാര് പോകാറുണ്ട്, വണ്ടർവേൾഡ് കാണാൻ എന്റെ ചെറുപ്പക്കാര് പോകാറുണ്ട്, മൂന്നാർ കാണാൻ എന്റെ ചെറുപ്പക്കാര് പോകാറുണ്ട്. നൈനിറ്റാളും ലോസ് ആഞ്ചലസും മിസിസിപ്പിയും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളാണെങ്കിൽ മൂന്നാറുകളിലെ മഞ്ഞ് പെയ്തുറങ്ങുന്ന പച്ച പർവ്വതാനി വിരിച്ച പുൽമേട് കാണുമ്പോ ആനന്ദത്തോടെ നോക്കി നിൽക്കുന്ന മുസ്ലിമേ, അല്ലാഹു നിന്നോട് നോക്കാൻ പറഞ്ഞ ഒരേ ഒരു തീർത്ഥാടന, ഒരേ ഒരു സൗന്ദര്യമുള്ള സ്ഥലം ഏതാണെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, അഫലം യൻളുറൂ ഇലസ്സമായി ഫൗകഹും. ആകാശത്ത് കാണുന്ന, നിങ്ങളുടെ മുകളിൽ കാണുന്ന ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കാത്തതെന്താ? നോക്ക് സഹോദരങ്ങളെ ആകാശത്തേക്ക്. അല്ലാഹു പറയുന്ന കൈഫ ബനൈനാ, മോനെ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടപ്പോ നിനക്ക് മഴ പൊടിക്കാൻ വേണ്ടി ആകാശത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നീ കണ്ടോ? വസയ്യന്നാ, ആകാശത്തെ എങ്ങനെയാണ് ഞാൻ സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത് നീ കണ്ടോ? വമാലഹാ മിൻ ഫുറൂജ്, ആകാശത്തിലൊരു കീറൽ നിനക്ക് കാണാൻ പറ്റുമോ? 8 സെന്റിമീറ്റർ പോലും 8 മീറ്റർ പോലും വ്യാസമില്ലാത്ത ഈ കാണുന്ന കെട്ടിടത്തിന് 4 തൂണുകളാണുള്ളതെങ്കിൽ 66,86,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയുടെ മേൽക്കൂരയായിട്ട് അല്ലാഹു ആകാശം പണിതിട്ട് ഇത്രയും വിശാലമായ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാ സഹോദരങ്ങളെ ഒരു തൂണുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാ തൂണുള്ളത്? ഞാനെന്ന് ചോദിക്കട്ടെ, ഈ കോൺക്രീറ്റ് സൗധത്തിന്റെ മുകളിൽ ഇതിനെ താങ്ങാൻ പറ്റാത്ത ഭാരം വെച്ച് മേൽക്കൂരാടെ വീടില് അല്ലാഹു ആകാശം എന്ന് പറയുന്ന മേൽക്കൂരെ വെച്ചിരിക്കുകയാണ്. ആ മേൽക്കൂര താങ്ങുന്ന ഭാരം എത്രയാണെന്നറിയുമോ? ഈ ഭൂമിയേക്കാൾ 33 ലക്ഷം ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യനെ താങ്ങുന്നത് ഈ ആകാശമാണ്. ഈ ഭൂമിയേക്കാൾ സാന്ദ്രതയുള്ള ചന്ദ്രനെ താങ്ങുന്നത് ഈ ആകാശമാണ്. 10,000 കോടിയിലേറെ നക്ഷത്രങ്ങളെ താങ്ങി ആകാശം ഇത്ര നാളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലാഹു ചോദിക്കുകയാ, മനുഷ്യ ഒന്ന് നോക്കടാ, വമാലഹാ മിൻ ഫുറൂജ്, ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു കീറൽ കാണാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, ആരാണ് ഇതിന് തൂണ് കൊടുത്തത്? അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ്. എത്ര ഭാരം വന്നാലും ആകാശമെന്ന മേൽക്കൂര താരുകില്ല. ഹെയ്ത്തി എന്ന് പറയുന്ന പശ്ചിമഗോളത്തിലെ ഏറ്റവും ചെറിയത് ഏറ്റവും വലിയ ദരിദ്രരാട്ടത്തില് 1 മിനിറ്റ് ഒന്ന് ഭൂമി കുലുങ്ങിയപ്പോ 1 കോടി മാത്രമുള്ള ജനങ്ങളിൽ 5 ലക്ഷം ജനങ്ങളുടെ വീട് തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ, മനുഷ്യന്റെ സർവ്വ സാങ്കേതിക വിദ്യകളും തകർന്ന് തരിപ്പണമായെങ്കിൽ അല്ലാഹു പറയുന്നു ആകാശം താങ്ങുന്ന വല്ലാത്ത ഭാരം എത്രയാണെന്നറിയോ? അത് പറയാൻ എനിക്കുള്ള വിവരമില്ല, അറിവില്ല സഹോദരങ്ങളെ. പക്ഷേ ഞാൻ പറയാം, നമുക്ക് മാത്രം അറിയാവുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും അടങ്ങുന്ന സൗരയൂഥം എന്ന് പറയുന്ന ഒരേ ഒരു ഗാലക്സി നമുക്കറിയാമല്ലോ. ദ മിൽക്കി വേ, ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ 10,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരു ഗാലക്സിയാണ് സൗരയൂഥം എന്ന് പറയുന്ന ആ പടക്കുന്ന സൂര്യനും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങളും മാത്രമടങ്ങുന്ന സൗരയൂഥം മാത്രം ഞാൻ പറയട്ടെ, ഒരൊറ്റ 40,000 കോടി സൗരയൂഥത്തിനേക്കാൾ വലിയ 40,000 കോടി ഗാലക്സികൾ ആകാശത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരേ ഒരു സാധനത്തെ കുറിച്ചാ ഞാൻ പറയുക. ഈ ഭൂമിയുടെ വ്യാസത്തിന്റെ 100 ഇരട്ടി വലിപ്പമുള്ള 13,92,80,000 കിലോമീറ്റർ വിശാല വിസ്തൃതയുള്ള ഒരൊറ്റ 500 കോടി വർഷമാണ് സൂര്യൻ ഇതേവരെ ലോകത്തുണ്ടായിട്ട് 500 കോടി വർഷമേ ആയിട്ടുള്ളൂ. 71% ഹൈഡ്രജനും 29%
വീര്യവും നിറച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയേക്കാൾ 100 ഇരട്ടി വ്യാസമുള്ള സൂര്യൻ, ആ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന 9ഓളം ഗ്രഹങ്ങള്. അതേതൊക്കെ ഗ്രഹമാണെന്നറിയുമോ? 4880 കിലോമീറ്റർ വിസ്താരമുള്ള ബുധനും 12104 കിലോമീറ്റർ വിസ്തൃതമായി കിടക്കുന്ന ശുക്രനും 12756 കിലോമീറ്റർ വിശാല വിസ്തൃതിയുള്ള ഭൂമിയും 6787 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ചൊവ്വയും 1,42,800 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴവും അതിന്റെ തൊട്ടടുത്തായി 51,800 കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന യുറാനസും ഏറ്റവും ചെറിയ 3000 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള യുറാനസും 49,500 കിലോമീറ്റർ വിശാല വിസ്തൃതമായ നെപ്റ്റ്യൂണും അടക്കമുള്ള 9ഓളം ഗ്രഹങ്ങളെ ആകാശം താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നിന്റെ മാത്രം കണക്കാണെങ്കിൽ ഇതിനെ പോലെയുള്ള 40,000 കോടി ഗാലക്സികളുണ്ട്. ഇത്രയും ഭാരം താങ്ങി വെച്ചിട്ട് അള്ള പറയുന്നു, നോക്കടോ, നിനക്ക് വേണ്ടി സൃഷ്ടിച്ച ആകാശത്തിൽ ഒരു കീറൽ പോലും നിനക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. മാത്രമോ വലക്കത് ഈ ആകാശത്തെ ഞാൻ നക്ഷത്രങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു ഫിറ്റ് ചെയ്തിട്ട് നിനക്ക് എത്ര കാണാൻ നയനാനന്ദകരമായി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആർക്കാന്നറിയുമോ? മനുഷ്യ, നിനക്ക് വേണ്ടി പടച്ചതാണ്, നിനക്ക് വേണ്ടി പടച്ചതാണ്. അള്ളാഹു പറയുന്നു, നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച അതിഥി ഗ്രഹത്തിന്റെ വർണ്ണനയെ ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ അള്ള വെച്ച ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്നിട്ട് അള്ള പറഞ്ഞു, ഇതൊക്കെ വെച്ച എന്നെ നിങ്ങൾ ആരാധിക്കുക. നമ്മളെ ഭൂമിക്ക് വേണ്ടിയാണോ? അല്ല. എന്റെ സഹോദരങ്ങളെ, മനുഷ്യനെ കൊണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇല്ല എന്നുള്ള കുഴപ്പം. വെള്ളം കുറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവും, ഇല്ലേ? സൂര്യന്റെ ചൂട് കുറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. ഇവിടുത്തെ ജീവികൾ കുറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. പക്ഷെ മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ടാവോ? മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. കാറ്റ് കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമാണ്, മഴ കുറഞ്ഞാലും ഭൂമിക്ക് കുഴപ്പമാണ്. മനുഷ്യൻ എത്ര കുറഞ്ഞാലും ഭൂമിക്ക് അത്ര നേട്ടമാണ്. ഭൂമിയുടെ 4/3 ഭാഗവും മനുഷ്യൻ കാണാത്ത പ്രദേശമാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? 4/3 ഭാഗവും ജലവൺ, 1/4 ഭാഗം മാത്രമാണ് മനുഷ്യൻ അധിവസിക്കുന്ന കരയുള്ളത്. ഭൂമിയുടെ 4/3 ഭാഗവും കടലാണ്, ജലമാണ്, സമുദ്രമാണെന്ന് പറയുമ്പോ പസഫിക് മഹാസമുദ്രമടക്കമുള്ള 16,52,50,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ പസഫിക് മഹാസമുദ്രവും 8,28,10,000 ചതുരശ്ര കിലോമീറ്റർ അനന്ത വിസ്തൃതമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രവും 7,36,80,000 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും 95,17,000 കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ആർട്ടിക് മഹാസമുദ്രവും ഏറ്റവും അവസാനം നാമദിവസിക്കുന്ന അറബിക്കടലുണ്ടല്ലോ, 1,93,78,144 കിലോമീറ്റർ നീണ്ടു കിടന്ന് കിടക്കുന്ന അറബിക്കടലും ഈ ഭൂമിയുടെ 4/3 ഭാഗവും അപഹരിച്ചു പോകുമ്പോ ആ വിശാല വിസ്തൃതമായ കടലിന്റെ ഉള്ളിൽ മുങ്ങിത്തപ്പിയ മനുഷ്യൻ ഒന്നും അറിയില്ല ഈ ഭൂമിയെ കുറിച്ച്. ഇതിൽ 1/4 ഭാഗം മാത്രമാണ് കരയുള്ളത്. ആ കരയിൽ തന്നെ മനുഷ്യൻ പൂർണ്ണമായിട്ട് ജീവിച്ചിട്ടില്ല. സഹാറ മരുഭൂമിയിൽ മനുഷ്യവാസമില്ല, താർപീഠ ഭൂമിയിൽ മനുഷ്യവാസമില്ല. 1/4 തന്നെ മനുഷ്യവാസം അതിന്റെ പകുതിയിൽ മാത്രമാവുള്ളത്. ഈ 4/3 ഭാഗം തന്നെ ഭൂമിയുടെ 7 ഭൂഖണ്ഡങ്ങളാ. ആ 7 ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡം. ആ ഏഷ്യാ ഭൂഖണ്ഡത്തിൽപ്പെട്ട എത്രയോ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്ക് ഭൂമിയെ കുറിച്ച് അറിയാവുന്ന അറിവെന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനമല്ലേ ഗോവണി ചാരി വെച്ചിരിക്കുന്നത് പോലെ ഭൂപടത്തിന്റെ താഴെ കിടക്കുന്ന 38,863 ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന കേരളം. ആ കേരളത്തിന്റെ 14 ജില്ലകളിൽപ്പെട്ട ഒരു ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല. ആ തിരുവനന്തപുരം ജില്ലയിലെ എത്രയോ ത്രിതല പഞ്ചായത്തുകൾപ്പെട്ട പഞ്ചായത്താണ് തോന്നക്കൽ പഞ്ചായത്ത്. ആ തോന്നക്കൽ പഞ്ചായത്തിലെ എത്രയോ വാർഡുകൾപ്പെട്ട ഒരു വാർഡാണ് നാം താമസിക്കുന്ന ഈ കല്ലൂരടക്കമുള്ള വാർഡ്. ആ വാർഡിൽ തന്നെ എത്രയോ വീടുകളുണ്ട്. വേണ്ട, കാലാകാലങ്ങളായി കല്ലൂർ ജമാഅത്തിൽ താമസിക്കുന്ന നിങ്ങളോട് ഈ ജമാഅത്തിൽ എത്ര വീടുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയോ? കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ ആ വീടുകളിൽ
ആളുകളുടെ സ്ഥിതി വിവര കണക്ക് പറയാൻ പറ്റുമോ? വേണ്ട, നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? വേണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കാല് ചവിട്ടി വെച്ചിരിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് വെച്ചിട്ട് മണ്ണിലേതൊക്കെ ധാതുലവണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാ പറയാൻ കഴിയോ? സഹോദരങ്ങളെ, അള്ള സൃഷ്ടിച്ച മൂന്നാമത്തെ ലോകത്തെ കുറിച്ച് പറഞ്ഞാല് ഈ ഭൂമിയെ കുറിച്ച് നമുക്കറിയാവുന്ന അറിവിന്റെ പരിമിതി എത്രയാ? കാൽപ്പാടത്തിന്റെ അടിയിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിനെ കുറിച്ച് പോലും പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്, ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ നിനക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ള പറയുന്നു, നിന്നെ സൃഷ്ടിച്ചതോ എനിക്ക് വേണ്ടിയാണ്. ഈ ആലമുദ്ദുനിയായിൽ നിന്നെ സൃഷ്ടിച്ചതോ എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ ആരാധിക്കണേ, എന്നെ സൂക്ഷിച്ചു ജീവിക്കണേ. ഇവിടെ നിന്ന് നീ ഒരു ദിവസം തിരിച്ചു പോകാനുള്ളതാണ്, ഒരു ദിവസം നീ ഇവിടെ നിന്ന് നടന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഓ മനുഷ്യ, ഒരു ദിവസം നിന്നെ ഞാൻ എൻ്റെ അടുക്കലോട്ട് തിരിച്ചു വിടും. അന്ന് ആകാശം നശിക്കും, അന്ന് ഈ ഭൂമി നശിക്കും, അന്ന് ഈ കാണുന്ന സർവ്വതും നശിക്കും, മനുഷ്യനും നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ, സർവ്വതും തകർന്ന് തരിപ്പണമാകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ലോകത്ത് ബാക്കിയാകും. അല്ലാഹ് നമ്മളോട് പറഞ്ഞു, ഇവിടെ കുറച്ചു നാൾ താമസിച്ചോ, ഇതിനൊരവസാനമുണ്ട്. എന്നാ അവസാനം നീ മരിക്കും, ഈ ആകാശവും പോകും, ഈ ഭൂമിയും പോകും, സർവ്വതും താഴെ പോകും. ഏതായാലും ഒരു ദിവസം മരിക്കും. ഒരു ദിവസം നിന്റെ ഫോട്ടോ വരും. എവിടെ? ചരമകോളത്തിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ലോകത്ത് നിന്നൊരു അവസാനമുണ്ട്. മരണത്തോടുകൂടി നമ്മുടെ മൂന്നാമത്തെ ലോകം അവസാനിക്കും. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എവിടെയാണ് മരിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെ വെച്ചാലും നമ്മുടെ മരണം സുനിശ്ചിതമാണ്. എവിടെ മരിക്കുമെന്നറിയില്ല, എവിടെ കബറടക്കുമെന്ന് മനുഷ്യനറിയില്ല. മനുഷ്യനെല്ലാം അറിയാം. ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് മനുഷ്യൻ നോക്കുകയാണ്, ചൊവ്വയിൽ മനുഷ്യനുണ്ടോ എന്ന് നോക്കുകയാണ്. എന്തിനാണ് മനുഷ്യൻ ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നത്? ഭൂമിയിലെ വെള്ളം മുഴുവനും കുടിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വിട്ടുകുമ്പ വീർപ്പിച്ചവൻ ഇവിടെ തീർന്നപ്പോ ഇനി ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുകയാണ്, കുപ്പിയിലാക്കി വിൽക്കാൻ വേണ്ടി. എല്ലാ മനുഷ്യൻ നോക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യ, നിനക്കറിയാത്തത് ഒന്നേ ഉള്ളൂ, എവിടെയാണ് നീ മരിക്കുന്നതെന്നറിയില്ല. മൂന്നാമത്തെ നാലാമത്തെ ലോകത്തിന്റെ തുടക്കമാണ്. എല്ലാവർക്കും അറിയാം എവിടെ വെച്ചാ മരിക്കണേ, നമ്മുടെ കബർ എവിടെ അടക്കണേന്ന് ആർക്കെങ്കിലും അറിയാവോ? ആർക്കറിയാം നമ്മുടെ കബർ എവിടെയായിരിക്കും? എവിടെയാ നമ്മുടെ കബർ കുഴിക്കപ്പെടുന്നത്? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ആർക്കും അറിയില്ല. കാരണം എന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞ സഹീഹായ ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആണല്ലോ, മണ്ണിൽ നിന്നാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് എവിടെ നിന്നെടുത്തോ അവിടെ ആയിരിക്കും നിന്റെ കബറും കുഴിക്കുക. എന്നെ സൃഷ്ടിക്കാനുള്ള മണ്ണ് അല്ലാഹു എവിടെ നിന്നെടുത്തോ അവിടെ ആയിരിക്കും എന്റെ കബർ കുഴിക്കുക. ആ മണ്ണിലേ ഞാൻ മരിക്കൂ, അവിടെയേ എന്റെ കബറടക്കൂ. ആർക്കറിയാം എന്നെ സൃഷ്ടിച്ചത് കാഞ്ഞാറാണോ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന കാരാളികോണത്താണോ, ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണോ, ഇതല്ല വഅദിന് പോണ വഴിക്ക് ഏതെങ്കിലും എവിടെയാണോ, എവിടത്തെ മണ്ണെടുത്താ സൃഷ്ടിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. അതുകൊണ്ട് ഈ പള്ളിക്കാട്ടിൽ തന്നെ കിടക്കാന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മദീനയിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ ഒരു സഹാബിയുടെ ഖബർ കുഴിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ഈ ഖബർ ആർക്ക് വേണ്ടിയാണ് കുഴിക്കപ്പെടുന്നത്? സഹാബത്ത് പറഞ്ഞു, പത്ര നബിയേ, ലിറജുലിൻ മിനൽ ഹബശ, ഹബശയിൽ നിന്ന് വന്ന ഒരു സഹാബി, അയാൾ മദീനയിൽ മരിച്ചു നബിയെ, അയാൾക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കപ്പെടുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, സുബ്ഹാനല്ലാഹ്. അത്ഭുതത്തോടെ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് പറയുകയാണ്, എന്തോ ഒരു അത്ഭുതമാണ്. ഹബശയിൽ, അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്തോപ്യയിൽ ജനിച്ച മനുഷ്യൻ, അയാളെ കബറടക്കാനുള്ള കബർ മദീനത്ത് കുഴിക്കുന്നുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? സീക മിൻ അർളിൻ ഇലൽ അർളില്ലതി ഖുലിക മിൻഹാ, സീക മിൻ അർളിൻ ഇലൽ അർളില്ലതി ഖുലിക മിൻഹാ.
അവൻ ജനിച്ച നാട്ടിൽ നിന്ന് അവനെ സൃഷ്ടിച്ച മണ്ണിലേക്ക് അല്ലാഹു അവനെ വലിച്ചു കൊണ്ടുവന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു റസൂൽ പറഞ്ഞെന്താ? അവൻ ജനിച്ച നാട്ടിൽ നിന്ന് അവനെ സൃഷ്ടിച്ച മണ്ണ് മദീനത്തെ മണ്ണാണ്, അതുകൊണ്ട് അവിടെ കൊണ്ട് കബറടക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ചില ആളുകൾ ഗൾഫിൽ വെച്ച് മരിക്കും, മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കൂല, അവിടെ തന്നെ കബറടക്കും. അതിന്റെ അർത്ഥം എന്താ? അയാളെ സൃഷ്ടിച്ച മണ്ണ് അവിടുത്തെ മണ്ണാണ്. ഇനി കൊണ്ടുവരണ്ടാന്ന് തീരുമാനിച്ചാലും താനെ നാട്ടിലെത്തും. കാരണം അവനെ സൃഷ്ടിച്ച മണ്ണ് കല്ലൂർ പള്ളിപ്പറമ്പിലെ മണ്ണാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ എപ്പോ മരിക്കുവോ ആ മരണത്തെ മാത്രം നോക്കി നിൽക്കേണ്ടവൻ, വേറൊന്നുമില്ല ദുനിയാവിൽ. മൂന്നാമത്തെ ലോകം കഴിയാൻ പോകുന്ന മരണത്തോടു കൂടിയാണ്. അള്ളാഹു മരിക്കുന്ന സമയത്ത് നല്ലവരായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എവിടെയാണെങ്കിലും ജനിച്ച മണ്ണ് എവിടെയാണോ, പിടച്ച മണ്ണ് എവിടെയാണോ അവിടെയാണ് കബറടക്കപ്പെടുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ വലതു ഭാഗത്താണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഇടതു ഭാഗത്താണ് ഉമർ ഫാറൂഖിന്റെ ഖബർ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, അവരെ മൂന്ന് പേരെയും അള്ളാഹു പടച്ച മണ്ണാ, തൊട്ടടുത്ത മണ്ണായതുകൊണ്ടാണ് അവരൊന്നിച്ച് കബറടക്കപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, സൃഷ്ടിച്ച മണ്ണ് എവിടെയാണെന്നറിയാത്ത നാം, മരണത്തിന്റെ ചൂളം വിളി കാത്തു നിൽക്കുന്ന നാം, അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മരണത്തോടെ നമ്മുടെ നാലാമത്തെ ലോകം തുടങ്ങുകയാണ്, ആലമു ദുനിയാ പോവുകയാണ്. അതുകൊണ്ട് എപ്പോൾ മരിച്ചാലും സ്വർഗം കണ്ട് മരിക്കണേ, എപ്പോൾ മരിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണേ. ഞാനുമൊക്കെ ചിരിക്കുന്നവരാണ്, എത്ര നന്നായിട്ട് നമ്മളിത് വർത്തമാനം കേട്ട് ചിരിക്കുന്നവരാണ്. എത്ര ചിരിച്ചിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം. അതേത് ചിരിയാന്നറിയോ? ഇവിടെ വെച്ച് എത്ര ചിരിച്ചിട്ടും കാര്യമില്ല, ഒടുക്കത്തെ ചിരി ചിരിക്കാൻ കഴിയണം. ആ ചിരി ഏത് ചിരിയാന്നറിയുമോ? ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താന്നറിയോ? ജോ മർഗെ മോമിൻ ബാതു ഗോയം, ജോ മർഗെ മോമിൻ തബസും जो मर गए मोमिन बातू गोयम, जो मर गए मोमिन तबസും വല്ലബവേസ്ത്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു യഥാർത്ഥ സത്യവിശ്വാസി അവൻ മരിക്കുന്ന നേരത്ത് പുഞ്ചിരി അവന്റെ ചുണ്ടില് പൂത്തുലഞ്ഞു കിടക്കണം. അസ്രായേലിനെ കാണുമ്പോ അവൻ ചിരിക്കണം, അവന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം. ആർക്കറിയാം മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിയുമോ?